ഹായ് ഡിയേഴ്സ്. നമുക്കെല്ലാം അറിയാവുന്ന ചെറിയൊരു ചെടിയാണ് മുക്കുറ്റി. വളരെയധികം ഔഷധ ഗുണമുള്ള ഈ മുക്കുറ്റിയെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ വളരെ ആയുസ് കുറവുള്ളൊരു ചെടിയാണെങ്കിൽ പോലും ഇത് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആയുസ് വർദ്ധിക്കുകയും നമ്മുടെ പ്രതിരോധ ശക്തി കൂടുകയും ചെയ്യുന്ന ഒരു ചെടിയാണ് കേട്ടോ. പഞ്ചിതളോട് കൂടിയ മഞ്ഞ പൂക്കളാണ് ഈ ചെടിക്കുള്ളത്. അപ്പോൾ ചെറിയ പൂക്കളാണ് ഇതിന് വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെടി കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിനകത്തുള്ള ടോക്സിനുകളെ നീക്കം ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടുണ്ടാക്കിയ ലേഹ്യങ്ങളും രസായനങ്ങളൊക്കെ വളരെയധികം ലഭ്യമാണ്. പക്ഷേ നമുക്കിന്ന് വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിഞ്ഞാൽ ഏറ്റവും ശുദ്ധമായി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒന്നുകൂടിയാണിത് കേട്ടോ. അപ്പം നമ്മുടെ പറമ്പുകളിലൊക്കെ ഇത് ഒരുപാട് കാണപ്പെടുന്നുണ്ട്. ഓണക്കാലത്തൊക്കെയാണ് ഇത് സർവ്വസാധാരണമായിട്ട് കാണുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നശിച്ചു പോകും. അപ്പോൾ കിട്ടുന്ന സമയത്ത് ഇത് വേരോടുകൂടി പിഴുത് വൃത്തിയാക്കി അത് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് കേട്ടോ. അപ്പം മുക്കുറ്റി എന്ന ചെറിയ ചെടിയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപയോഗമുണ്ട്. ഇതുപോലെ മുത്തശ്ശിമാർ പറയും ഒത്തിരി ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു ചെടി കൂടിയാണെന്ന്. അപ്പോൾ വീട്ടിൽ സാധാരണയായിട്ട് പൂച്ചെടികളുടെ കൂട്ടത്തിലൊന്നും വളർത്താറില്ലാത്തൊരു ചെടിയാണിത് കേട്ടോ. ഇത് തനിയെ മുളച്ച് വരുന്നൊരു ചെടിയാണ്. അപ്പോൾ ഇത് വിഷചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. പലതരത്തിലുള്ള വിഷജീവികൾ നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയും വേരുകളും ചതച്ച് അതിൻ്റെ നീരെടുത്ത് അവിടെ പുരട്ടിക്കഴിഞ്ഞാൽ നല്ല ശമനം കിട്ടും കേട്ടോ. അതുപോലെ തന്നെയാണ് ദഹന പ്രശ്നം മാറുന്നതിനായിട്ട്, വയറിളക്കം മാറാനായിട്ട് ഇത് അരച്ച് മോരിൽ കലക്കി കുടിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത് വേരോടെ പിഴുത് കഴുകി വൃത്തിയാക്കി വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട് കേട്ടോ. പ്രമേഹ രോഗത്തിനൊക്കെ വളരെ അധികം ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധമാണ് മുക്കുറ്റിയുടെ ഈ ഒരു വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇലകൾ വൃത്തിയായി കഴുകിയ ശേഷം ചവച്ചരച്ച് തന്നെ കഴിക്കുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര മരുന്ന് കൂടിയാണ്. അപ്പോൾ ആ വെള്ളം തിളപ്പിക്കുന്ന രീതി ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ചെറിയ മുക്കുറ്റി ചെടി ഒരു 3 ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. വലുതാണെങ്കിൽ 1 മതിയാവും. അപ്പോൾ ഈ കാണുന്ന ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളം ഇവിടെ എടുക്കണം കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് വറ്റിച്ച് ഒറ്റൊരു ഗ്ലാസ് വെള്ളമാക്കി നമ്മൾ മാറ്റി എടുക്കണം. അപ്പോൾ ഞാനിത് അടുപ്പിൽ വെള്ളം വയ്ക്കുകയാണ്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം അതിലോട്ട് അങ്ങ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 3 മുക്കുറ്റി ചെടിയെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ആ ചെടിയെ നമുക്ക് ഇതിനകത്തോട്ട് അങ്ങ് ഇടാം. പിന്നെ ഇതിൻ്റെ വേരരച്ച് ഒന്നുകിൽ ഉണക്കി പൊടിച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ തേൻ ചേർത്ത് നമുക്ക് കഴിക്കാം. നമ്മുടെ ശരീരത്തിൽ പൊള്ളലോ അല്ലെങ്കിൽ മുറിവൊക്കെ ഏൽക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു ഔഷധം കൂടിയാണ് ഇത് കേട്ടോ. അപ്പോൾ ആ മുറിവായതിൻ്റെ മീതെ ഇത് അരച്ച് പുരട്ടുന്നത് നല്ലതാണ്. അപ്പോൾ ഈ മുക്കുറ്റിയെ ഞാൻ ആ വെള്ളത്തിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് വെള്ളം തിളക്കട്ടെ കേട്ടോ. അപ്പോൾ തിളച്ച് ഈ മുക്കുറ്റിയുടെ എല്ലാ ഗുണങ്ങളും ആ വെള്ളത്തിലോട്ട് അങ്ങ് പറ്റി പിടിക്കണം. ഇപ്പോൾ പ്രസവശേഷം ഗർഭാശയ ശുദ്ധി വരുത്തുന്നതിനായിട്ട് ഈ മുക്കുറ്റി ഉപയോഗിച്ച് കുറുക്കുണ്ടാക്കി കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ ബാലൻസ് ആവും, ശരീരത്തിലുണ്ടാവുന്ന നീരൊക്കെ കുറയും, വാദം, പിത്തം, കഫം ഇവ കൊണ്ടുള്ള ദോഷമാണ് നമ്മുടെ ശരീരത്തിൽ മെയിനായിട്ട് ഉണ്ടാവുന്നത്. അതെല്ലാത്തിനെയും തടഞ്ഞ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറ്റാനുള്ള ഒരു കഴിവ് ഈ മുക്കുറ്റിക്കുണ്ട്. അപ്പോൾ ഇവിടെ മുക്കുറ്റി നന്നായിട്ട് വെള്ളത്തിൽ കിടന്നങ്ങ് തിളയ്ക്കുന്നുണ്ട്. ഇത് വറ്റി അങ്ങ് വരണം കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളമായിട്ട് ഇത് മാറണം. അപ്പം നമ്മൾ അലട്ടുന്ന മറ്റൊരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ, തലവേദന എന്നിവ. ഇവയൊക്കെ വന്നാൽ നമുക്ക് ഒരു സമാധാനമില്ലാത്ത ജീവിതമായിരിക്കും. അപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ വന്നാൽ നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് നല്ല പൂവാങ്കുരുന്നിലയും മുക്കുറ്റിയിലയും തുമ്പയിലയും നന്നായി ചതച്ച് അതിൻ്റെ നീരെടുത്ത് മുടിയുടെ വേരുകളിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. അതിനുശേഷം മുടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. ഇത് കൂടാതെ മുക്കുറ്റി, കറ്റാർവാഴ, തഴുതാമ, ബ്രഹ്മി ഇവയെല്ലാം ചേർത്ത് നമുക്ക് എണ്ണ കാച്ചുകയും ചെയ്യാം, കഴിക്കുകയും ചെയ്യാം കേട്ടോ. ഇവ നമുക്ക് ശരീരത്തിൽ ഒരുപാട് വിറ്റാമിൻസ് ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കുന്നു കേട്ടോ. അപ്പോൾ തലവേദനയാണെങ്കിൽ മുക്കുറ്റിയുടെ ചാറ്, തുമ്പച്ചാറും എടുത്ത് നസ്യം ചെയ്യുന്നത് നല്ലതാണ്. ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ചങ്ങ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രമേഹ രോഗങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പച്ചമരുന്നുകളിൽ ഏറ്റവും പ്രയോജനമുള്ള ഒന്നാണ് ഇതിൻ്റെ ഇലകളിട്ട് തിളപ്പിച്ച ഈ രീതിയിലുള്ള വെള്ളം കുടിക്കുന്നത്. 1-2 ഗ്ലാസ് വെള്ളം ദിവസേന വെറും വയറ്റിൽ നമുക്ക് കുടിക്കാം കേട്ടോ. അപ്പോൾ വൃക്കയിലെ കല്ലലിഞ്ഞു പോകുന്നതിനുള്ള ഔഷധമായിട്ടും ഗ്യാസ് ട്രബിൾ മാറുന്നതിനായിട്ടും അൾസർ, ആസ്മ പോലുള്ള അസുഖങ്ങൾക്ക് ചികിത്സയ്ക്കായിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. നഖങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പഴുപ്പ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഇല ചതച്ച് പുരട്ടി കെട്ടിവെക്കാം കേട്ടോ. ഇതൊരു ആൻറ്റിസെപ്റ്റിക് കൂടിയാണ്. അപ്പം ഇത് നമ്മുടെ പറമ്പുകളിലൊക്കെ കാണും കേട്ടോ. മായമൊന്നും കലരാതെ നമുക്ക് തന്നെ വീട്ടിൽ ഔഷധം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഏത് രീതിയിലാണെങ്കിലും നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെയധികം ഉപകാരമുണ്ട് കേട്ടോ.
അപ്പോൾ നമുക്ക് യൗവനം വീണ്ടെടുക്കുന്നതിന് നമ്മുടെ ശരീരത്തിലെ പുനഃസൃഷ്ടിക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഔഷധം കൂടിയാണിത്. അപ്പോൾ ദാ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒന്ന് സബ്സ്ക്രിപ്ഷനൊക്കെ ചെയ്യണം കേട്ടോ. ലൈക്ക് കൂടി അടിക്കുക, ഹൈപ്പ് ചെയ്യുക, വേണ്ടപ്പെട്ടവർക്കൊക്കെ അങ്ങ് ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഈ ചെടിയുടെ ഔഷധ വീര്യം യൗവനം നിലനിർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ടുള്ളൊരിതായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ ഔഷധം. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിരക്തി, തളർച്ച, ആരോഗ്യമില്ലായ്മ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതികൂല സാഹചര്യം വന്നു ചേരാറുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരം ഒന്ന് പുതുക്കിയെടുക്കാനായിട്ട് നല്ല ശക്തിയോടുകൂടി നിർത്താനായിട്ട് ഇത്തരത്തിലുള്ള പച്ചമരുന്നുകൾ നമ്മളെ സഹായിക്കും കേട്ടോ. അപ്പം നമ്മൾ എത്ര വില കൂടിയ ആഹാരം വാങ്ങി കഴിച്ചാലും നമുക്കത് നേടാൻ പറ്റണമെന്നില്ല. നമുക്ക് ആരോഗ്യമുള്ള ഒരു മനസ്സും ശരീരവും ഉണ്ടെങ്കിൽ നമുക്ക് വാർദ്ധക്യം വരുന്നതായിട്ട് അനുഭവപ്പെടുകയില്ല. അപ്പം നമുക്ക് എത്ര പ്രായമായാലും ചെറുപ്പം പോലെ തന്നെ ഇരിക്കുന്നത് നമുക്ക് അനുഭവപ്പെടും കേട്ടോ. അപ്പം ഈ ഒരു ചെടി നമ്മുടെ മുറ്റത്തും പറമ്പിലെല്ലാം കൂട്ടത്തോടെ ധാരാളമായിട്ട് കിളിർത്ത് വരും. അങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ അതിനെ മൂടോടെ നശിപ്പിക്കാതെ കുറച്ചെങ്കിലും നിലനിർത്തുക. അപ്പോൾ അടുത്തൊരു ജനറേഷൻ അതിൻ്റെ വിത്തുകൾ വീണ് വേരിൽ നിന്നും പൊട്ടിമുളച്ചിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു ആവശ്യം വരുമ്പോൾ ഇത് തേടി ഒരുപാട് ദൂരം പോവേണ്ട ആവശ്യമൊന്നും വരില്ല. നമ്മൾ പല സ്ഥലത്തു നിന്നും ശേഖരിക്കാൻ പോകുമ്പോൾ, റോഡ് സൈഡിൽ നിന്നൊക്കെ എടുക്കാൻ പോകുമ്പോൾ പലതരം മാലിന്യങ്ങളെല്ലാം കലർന്ന ഇലയായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. പക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വറ്റി അങ്ങ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ പ്രമേഹ രോഗികൾ കാണുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് വെള്ളമൊക്കെ തിളപ്പിച്ച് നിങ്ങൾ വെറും വയറ്റിൽ കാലത്ത് കഴിക്കുക കേട്ടോ, കുടിക്കുക കേട്ടോ. അപ്പോൾ വളരെ എളുപ്പം തന്നെ ആ രോഗങ്ങൾക്കൊക്കെ ശമനം കിട്ടും. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും നല്ല ആരോഗ്യത്തോടു കൂടിയിട്ടും ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ മുക്കുറ്റിയിട്ട് തിളപ്പിച്ച വെള്ളം ഒരു ഗ്ലാസ്സായി അങ്ങ് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അത് മറ്റൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റാം. ചൂടൊക്കെ ആറി അത് ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, കാലത്ത് കുടിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോട് കൂടിയിട്ട് നിങ്ങളിൽ ഒരാളായ ഞാൻ ഈ ഒരു രൂപത്തിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇത് കുടിച്ച് കഴിയുന്ന സമയത്ത് നമുക്കറിയാം മധുരമില്ലാതെ കട്ടൻ ചായ കുടിക്കുന്ന ഒരു ഫീലായിരിക്കും നമുക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, എന്നും ദൈവം നല്ലത് മാത്രം വരുത്തട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് നിങ്ങളിൽ ഒരാളായ ഞാൻ